നമസ്കാരം. സിന്ധു ശാന്തമായിട്ടൊഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ്. മോഹൻജദാരോ ഹാരപ്പ ഇപ്പോൾ പാകിസ്ഥാനിലാണ്. നമ്മുടെ ക്രിക്കറ്റർ ദ്രാവിഡ് പാകിസ്ഥാനിൽ പന്ത് കളിക്കാൻ പോയി, ക്രിക്കറ്റ് കളിക്കാൻ പോയി. അന്ന് ഇടവേളകളിൽ അവിടുത്തെ ടൂറിസം ആൻഡ് ഡെവലപ്മെൻറ്റ് PRO ആൾക്കാരൊക്കെ ഉണ്ട്. അവർ വന്ന് ചോദിച്ചു, സാർ ഈ 3 ദിവസം ഒഴിവല്ലേ, താങ്കൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടി ഇത്ര ചെയ്താൽ മതി. ഐ വാണ്ട് ടു സീ ടാക്സില. ടാക്സില പറഞ്ഞാൽ തക്ഷശില. തക്ഷശില അവിടെയാണ്. നളന്ദ, തക്ഷശില അത് ബീഹാറിലാണ്. നളന്ദ, തക്ഷശില പാകിസ്ഥാനിലാണ്. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണ്, അവിടെ വേറൊന്നും പാടില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഇവിടെയുണ്ട്, ഇവിടുത്തെ മുസ്ലിങ്ങളുണ്ട്, അവിടെയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? കാലങ്ങൾ മാറി വരികയാണ്, കാറ്റിൻ്റെ ഗതി മാറുകയാണ്. പാകിസ്ഥാൻ ഇപ്പോൾ ആർഷഭാരത സംസ്കൃതിയുടെ വക്താക്കളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർഷഭാരത സംസ്കൃതി എവിടെന്നാണ് ഉദയം ചെയ്തത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ, മോഹൻജദാരോ ഹാരപ്പ, സരസ്വതി നദീ തീരം, പിന്നീടാണ് ഗംഗാ തീരങ്ങളിലും കാര്യങ്ങളൊക്കെ പിന്നീടാണ് വരുന്നത്. ആയതുകൊണ്ട് അതിൻ്റെ മൂലാധാരം ഇപ്പോഴും പാകിസ്ഥാനിലാണെന്ന് അവർക്ക് പറയാം, നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ആയതുകൊണ്ട് തന്നെയാണ് നാത്തൂറാം ഗോഡ്സെ മരിക്കുന്ന സമയത്ത് കുറച്ച് പൈസ ഒരു കവറിലാക്കി കെട്ടിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന് ചിതാഭസ്മവും തൊട്ടപ്പുറത്തുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത്, എത്ര കാലം കഴിഞ്ഞിട്ട്, 100 കൊല്ലാണെങ്കിലും 1000 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും, എന്നാണോ സിന്ധുവും ഗംഗയും ഒരേ ഭൂമിയിൽ ഒഴുകുന്നത്, ഭാരതഭൂമിയിൽ ഒഴുകുന്നത്, അന്ന് മാത്രം എൻ്റെ ചിതാഭസ്മം ഈ നദികളിൽ ഒഴുക്കിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുവരെ എനിക്ക് മോക്ഷവും വേണ്ട, ഒന്നും വേണ്ട. എന്നാണ് പാകിസ്ഥാനും ഇന്ത്യയും ഒന്നാകുന്നത്, അഖണ്ഡ ഭാരതം. കാര്യങ്ങൾ അവിടേക്കാണ് വരുന്നത് കേട്ടോ. പാകിസ്ഥാൻ ഇപ്പോൾ സംസ്കൃതം പഠിപ്പിക്കുന്നു, ഭഗവത്ഗീതയും മഹാഭാരതവും രാമായണവും പഠിപ്പിക്കുന്നു അവരുടെ സർവകലാശാലയിൽ. മോഹൻജദാരോയിലെ പ്രീസ്റ്റ് കിങ് ഒരു ശില്പവുമായിട്ട് ഇതിന് അഭേദ്യമായിട്ട് ഉള്ള ബന്ധമുണ്ട്. ഞാനൊരിക്കൽ ഇടുക്കിയിൽ കുമളിയിലുള്ള ഗണപതി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉള്ള ഗ്രൗണ്ടിൽ ഗീത നടത്തുന്ന സമയത്ത് അവിടെ കുറച്ച് വിദേശികൾ വന്നു. ജർമ്മനിയിലുള്ളവരാണ്. അവരൊന്ന് അതിൻ്റെ മുമ്പിലിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ഐ എം വെരി സോറി, ഐ ആം നോട്ട് ഫെമിലിയർ ഇൻ യുവർ ലാംഗ്വേജ്. ജർമ്മൻ ലാംഗ്വേജ് മാത്രമല്ല, ഇംഗ്ലീഷിലും. അപ്പോൾ അവർ പറഞ്ഞത്, അങ്ങ് പറയുന്ന ഗീതയാണല്ലോ, അത് ഞങ്ങളുടെ കർണപുടങ്ങളിൽ പതിക്കണം, അത്രയേ ഉള്ളൂ. ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു, ആ ഭാഗത്തുനിന്ന് കൂടിയാണ് ആര്യൻ്റെ മതം അഥവാ ഹിന്ദു മതത്തിൻ്റെ പ്രാകൃത രൂപങ്ങളൊക്കെ അവിടെ നിന്നും ഉണ്ടായതാണ്. അതിലവരിപ്പോഴും ഊറ്റം കൊള്ളുന്നവരാണ്. ഇറാനുമായിട്ടുള്ള ബന്ധങ്ങളും അത് തന്നെയാണ്. ആര്യൻ എന്നുള്ള വാക്കിൽ നിന്നാണ് പിന്നെ ഇറാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് നിരന്ന് വരന്ന് കെടുക്കുകയാണത്. അന്ന് അതിർത്തികളില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ പാകിസ്ഥാൻകാരിപ്പോൾ തിരിച്ചറിയുകയാണ്, തങ്ങളുടെ പൈതൃകങ്ങളെ തിരിച്ചറിയുകയാണ്. അവർ മോഹൻജദാരോവിനെ ഇപ്പോൾ കാണുന്നത് ഒരു മോണ്യുമെൻറ്റ്സ് മാത്രമായിട്ടല്ല കാണുന്നത്, തങ്ങളുടെ മൂലാധാരം അവിടെയായിരുന്നു. ഹാരപ്പയിലായിരുന്നു, തക്ഷശിലയിലായിരുന്നു. ഇപ്പോൾ എന്തിനാണ് അവരിങ്ങനെ മുതിരുന്നത്? ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പാകിസ്ഥാനിലെ ചില യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ സംസ്കൃതം, ഭഗവത്ഗീത, മഹാഭാരതം, പുരാതന ഭാരത ചരിത്രം,
അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഗവേഷണങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് പലരുടെയും മനസ്സിലൊരു ചോദ്യം ഉയരാം. ഇത്രയും കാലം അവഗണിച്ചു വെച്ചിരുന്ന ഈ വിഷയങ്ങൾ പാകിസ്ഥാൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് അതിന് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയൊരു കാര്യം പറയാം. ഇന്ന് പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കാണ്. എന്നാൽ ആ രാജ്യത്തിൻ്റെ മണ്ണിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ അതിലൊന്നായിട്ടുള്ള അതിന് മെസോപ്പൊട്ടേമിയ അതൊക്കെയും പണ്ടേ ഉള്ളതാണ്. ഇറാനിലൊക്കെ നാഗരികത പണ്ട് അതുപോലെ ഇവിടെ എന്താ പറയുക, നമ്മളുടെ നൈൽ നദീതട സംസ്കാരമൊക്കെ പണ്ടേ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിലൊന്നായിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള സിന്ധു നദീതട നാഗരികത, ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ മോഹൻജദാരോ ഹാരപ്പിക്കും സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിലാണ്. ആ ബോധത്തിലാണ് ഇപ്പോൾ ഇവർ ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എന്ന് സാരം. തങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഒരു അമ്മിക്കല്ല്, അതിന് കുറച്ച് ഭാരം കൂടുതലാണ്. അപ്പോൾ ആ അമ്മിക്കല്ല് ആ അമ്മിക്കുഴ എടുത്ത് താഴ്ത്തിട്ടു. പിന്നെ വേറൊരു അമ്മിക്കുഴ വെച്ചിട്ടാണ് അരയ്ക്കുക. ഇപ്പോൾ പിന്നെ മിക്സി എല്ലാം വന്നോട് കൂടിയിട്ട്, ഞാൻ പറയുന്നത് 10-25-30 വർഷം മുമ്പത്തെ ചരിത്രമായി പറയുന്നത്, മിക്സി എല്ലാം വന്നോട് കൂടിയിട്ട് ആ അമ്മിക്കല്ല് എടുത്ത് വലിച്ചെറിഞ്ഞു. ഞാൻ എൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒരിക്കൽ ഇടവിടയിട്ട് കറണ്ട് പോകുന്ന സമയത്ത് വീണ്ടും ആ അമ്മിക്കല്ല് താഴ്ത്ത് വെച്ചിട്ടാണ് അരച്ചിരുന്നത്. അത് വീണ്ടും തറ കെട്ടി അതിൻ്റെ മുകളിൽ വെച്ചു. പിന്നെ മാത്രമല്ല, ഇപ്പോൾ പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട്, പഴയകാല രീതിയിൽ ആഹാരം പാചകം ചെയ്യുക. ആയതുകൊണ്ട് തന്നെ ആ വലിയ അമ്മിക്കുഴ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, അത് എടുത്ത് അരയ്ക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ സമയത്ത് ആ അമ്മിക്കുഴയുടെ രൂപം മാറി, ഭാവം മാറി. ഉണ്ടായ സംഭവമാണത് തൃശ്ശൂരിൽ. ആ അമ്മിക്കുഴ ഒരു സ്വർണ്ണക്കട്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അത് വലിയ ബസ് മുതലാളിയൊക്കെ ആയി, 10-12 ബസ്സൊക്കെ അങ്ങനെയൊക്കെ സ്വന്തമായി. അത് ഇതുകൊണ്ടാണെന്നാണ് പറയുന്നത്. എനിവേ, അന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥം, ഞങ്ങൾ പട്ടിണി കിടന്നിട്ട് പരിവട്ടത്തിൻ്റെ ആൾക്കാരായിരുന്നു, ദരിദ്രരായിരുന്നു, അപ്പോഴും ഇത് വീടിൻ്റെ പുറയിൽ കെടുക്കുകയാണ്, ഈ അമ്മിക്കുഴ വീടിൻ്റെ പുറയിൽ കൊടുക്കുകയാണ്, അത് അവിടെയുണ്ട്, തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ എന്ന് പറഞ്ഞ പോലെ അവിടെ കിടക്കുന്ന അമ്മിക്കുഴ ഞങ്ങളുടെ ഒരു 10 തലമുറയുടെ ദാരിദ്ര്യം തീർക്കുന്ന ഒന്നാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. മുമ്പിൽ കിടക്കുന്നുണ്ട്, കറുത്ത കല്ല് അവിടെ കിടക്കുന്നുണ്ട്. ഇതുപോലെ മോഹൻജദാരോ, ഹാരപ്പ, തക്ഷശില, സിന്ധു നദീതട സംസ്കാരം എത്ര തന്നെ കഴിഞ്ഞാലും പാകിസ്ഥാൻകാർക്ക് പറയാം, ഞങ്ങളുടെ മൂലാധാരം അതാണ്, ഞങ്ങളുടെ പൈതൃകം അവിടെ നിന്നാണ്. അവർക്ക് ഉറക്കെ വിളിച്ച് പറയാം. അതുപോലെ അമേരിക്കക്കാർക്ക് പറ്റുമോ? യൂറോപ്പിൽ ആർക്കെങ്കിലും പറ്റുമോ? ഇന്നലെ വരെ ഇരുണ്ട ഭൂഖണ്ഡമായിരുന്നു. പക്ഷെ പാകിസ്ഥാൻകാർക്ക് പറയും, ഇന്നലെ ഉണ്ടായ രാജ്യമല്ല ഞങ്ങളുടേത്, ഞങ്ങൾക്ക് കടുത്ത പാരമ്പര്യമുണ്ട്, മുന്തിയ പാരമ്പര്യമുണ്ട്. അതിപ്പോൾ വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു. അത്രമാത്രമേ ഉള്ളൂ. അവർ കണ്ടറിയുന്നു പല കാര്യങ്ങളും. ഇവിടെ രോഗപ്രസൃതമായിട്ടുള്ള ശില്പമുണ്ട്. അതാണ് പ്രീസ്റ്റ് കിങ് എന്നറിയപ്പെടുന്ന ശില്പം. അത് കണ്ടെത്തിയത് ഏകദേശം 4000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ശില്പം ഇന്നും പാകിസ്ഥാനിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. എന്നാൽ ഇവിടെ ഒരു പ്രാധാന്യമുണ്ട്. പ്രീസ്റ്റ് കിങ് എന്നൊരു വ്യക്തിയുടെ യഥാർത്ഥ പേരല്ല. ആ ശില്പം പുരോഹിതനാണോ, രാജാവാണോ, ഭരണാധികാരിയാണോ, മറ്റാരെങ്കിലും ആണോ എന്ന് വരെ അത് ഗവേഷകർക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് പുരാവസ്തു ഗവേഷകർ നൽകിയ ഒരു വിളിപ്പേര് മാത്രമാണ് പ്രീസ്റ്റ് കിങ് എന്നുള്ളത്. ഇതിനെ ചുറ്റിപ്പറ്റി സോഷ്യൽ മീഡിയയിൽ നിരവധി കള്ളപ്രചാരണങ്ങൾ അതിന് സ്വാഭാവികമാണ്. ചിലർ അതിനെ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളുമായി താരതമ്യം ചെയ്യുന്നുണ്ട്. ചിലർ പ്രത്യേക മതവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേക രാജ്യത്തിൻ്റെ വ്യക്തിയാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇത്തരം അവകാശവാദങ്ങൾക്ക് ചരിത്രപരമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനിൽ സംസ്കൃതവും മഹാഭാരതവും ഭഗവത്ഗീതയും പഠിക്കുന്നു. എന്തുകൊണ്ട്?
അവർ ഔദ്യോഗികമായിട്ട് പറയുന്ന കാരണം അക്കാദമിക് ഗവേഷണമാണ് അത് എന്നാണ്. സ്വന്തം രാജ്യത്തുള്ള പുരാവസ്തു കേന്ദ്രങ്ങളെ കൂടുതൽ ആഴത്തിൽ പഠിക്കുക, സിന്ധു നദീതട നാഗരികതയെ കൂടുതൽ മനസ്സിലാക്കുക, സംസ്കൃതം ഉൾപ്പെടെയുള്ള പുരാതന ഭാഷകളെ ഗവേഷണ വിഷയമാക്കുക, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പ്രാചീന ചരിത്രവും സാഹിത്യവും പഠിക്കുക, പാകിസ്ഥാൻ സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം രാഷ്ട്രീയമായിട്ടുള്ള വിശകലനം നടത്തുന്ന ആളുകൾ മറ്റൊരു സാധ്യത കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ തർക്കങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടക്കുകയാണ്. 2 യുദ്ധങ്ങളുണ്ടായല്ലോ. പിന്നെ ഇപ്പോൾ സിന്ധു നദീജല തർക്കമുണ്ട്. അത് ശക്തമായിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ സ്വന്തം രാജ്യത്തിൻ്റെ പ്രാചീന സാംസ്കാരിക പൈതൃകത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാനുള്ള ശ്രമം, ആ പൈതൃക പാരമ്പര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഭാരതം തുറന്നു വരുന്നത്. അതിൻ്റെ പേരിലുള്ള ഒരു ഇഴയെടുപ്പം സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ. ഈ നിരീക്ഷണത്തിൽ നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്ന അതാണ് സാരം. പാകിസ്ഥാൻ സർക്കാർ ജലതർക്കത്തിന് വേണ്ടി സംസ്കൃതം പഠിപ്പിക്കുന്നു എന്ന് അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല. അതുപോലെ മറ്റൊരു കാര്യം, പാകിസ്ഥാൻ ഹിന്ദുമതം സ്വീകരിക്കുകയോ രാജ്യമൊട്ടാകെയുള്ള സ്കൂളിൽ ഹിന്ദു പുരാണങ്ങൾ പഠിപ്പിക്കുകയോ അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോഴും അത് ചെയ്തു തുടങ്ങിയിട്ടില്ല. സംസ്കൃതം, ഭഗവത്ഗീത, മഹാഭാരതം തുടങ്ങിയ ആ കാര്യങ്ങൾ സർവകലാശാലകളിൽ ചരിത്രം, ഭാഷ, സാഹിത്യം, താരതമ്യ മതപഠനം എന്നിവയുടെ ഭാഗമായിട്ട് പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്നു. അത്രമാത്രമാണ് അവർ പറയുന്നത്. അവസാനമായിട്ട് പറയാനുള്ളത്, മോഹൻജദാരോ, ഹാരപ്പ, തക്ഷശില പാകിസ്ഥാനിലാണ്. അതിനാൽ അവിടെയുള്ള പുരാവസ്തുക്കൾ പാകിസ്ഥാൻ്റെ ദേശീയ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. അതിലവരുടെ അഭിമാനം. എന്നാൽ ആ നാഗരികത രൂപം കൊണ്ടത് ഇന്നത്തെ ഇന്ത്യയും പാകിസ്ഥാനും എന്ന രാഷ്ട്രങ്ങൾ ഇന്നത്തെ രൂപത്തിൽ നിലവരുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. ആയതുകൊണ്ട് തന്നെ സിന്ധു നദീതട നാഗരികതയെ ഒരു രാജ്യം മാത്രം സ്വന്തമെന്ന് പറയുന്നതിനേക്കാൾ മുഴുവൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെയും പങ്കിട്ട് പുരാതന പൈതൃകമായിട്ട് കാണുന്നതാണ് കൂടുതൽ ശരിയെന്ന് ഇന്നിപ്പോൾ അവരും പാകിസ്ഥാൻകാരും അങ്ങനെ വിലയിരുത്താൻ തുടങ്ങിയെന്നുള്ളതാണ്. ഞാനിപ്പോൾ വീണ്ടും ഓർക്കുന്നത്, ഒരിക്കലും സംഭവിക്കാത്ത മനോഹരമായിട്ടുള്ള, നമ്മൾ പറയില്ലേ, സിനിമയിൽ കണ്ടിട്ടില്ലേ, സ്വപ്നം, ഒരിക്കലും സംഭവിക്കാത്ത മനോഹരമായ സ്വപ്നം എന്ന് പറയുന്നത് ആയിരുന്നു നാഥൂറാം ഗോഡ്സെ എഴുതി വെച്ച കത്ത്. 100 വർഷമല്ല 1000 വർഷം കഴിഞ്ഞാലും എന്നാണോ സിന്ധു നദിയും ഗംഗാ നദിയും ഒരേ ഭൂമിയിലെ ഒരേ രാജ്യത്തിലൂടെ അഖണ്ഡ ഭാരതത്തിൽ ഒഴുകുന്നത്, അതിൽ എൻ്റെ ചിതാഭസ്മം. അതിനുവേണ്ടി അന്നത്തെ രൂപ 300 രൂപ, അത് വലിയ തുകയാണ്. ഇന്നിപ്പോൾ 300 രൂപ ചിലവ്. ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരം വരെ അതിന് 300 രൂപ ടിക്കറ്റാണ്. അന്ന് ആ പൈസ അവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു സ്വപ്നം എല്ലാവരും പലരും പറയുമോ നടന്നത് തന്നെ എന്ന്. നടക്കും. അതിൻ്റെ സൂചനകളാണ് കാണുന്നത്. ആദ്യം തന്നെ സാമൂഹികമായിട്ട്, മതപരമായിട്ട്, സാമ്പത്തികമായിട്ട് അതിലൂടെയുള്ള ഇഴയെടുപ്പത്തിന് ഉപരിയായിട്ട് ആദ്യം വേണ്ടത് മാനസികമായിട്ടുള്ള ഇഴയെടുപ്പം. സാമൂഹികമായിട്ടും പ്രത്യേകിച്ചും സാംസ്കാരികമായിട്ടുള്ള ഒരു ഇഴയെടുപ്പം. ഭാരത നിവാസികളും പാകിസ്ഥാൻ നിവാസികളും ആത്യന്തികമായിട്ട് ഒന്ന് തന്നെയാണ്, രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ആ ഒരു കാര്യം അവർ വലിയ രൂപത്തിൽ ഇപ്രകാരമുള്ള പഠന പാഠങ്ങൾ നിർവഹിക്കുക വഴി അത് ആ ഒരു സങ്കേതത്തിലേക്ക് പാകിസ്ഥാൻ ആളുകളുടെ ബോധത്തെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. വളരെ നല്ല കാര്യം. പക്ഷേ ഒരു പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഹിന്ദുസ്ഥാനമാണ്, അത് പാകിസ്ഥാൻ മുസ്ലിം സ്ഥാനമാണ് എന്ന് ചിന്തിച്ചിട്ട് പല കോമാളികളും ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ കാണാം ഞങ്ങളുടെ രാജ്യം അത് പാകിസ്ഥാൻ, ഇന്ത്യയിലിരുന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വൈകൃത മനോഭാവം വെച്ച് പുലർത്തുന്നവരുടെ ചെള്ളയ്ക്ക് കിട്ടിയ അടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന്. നമസ്കാരം.